ചേച്ചി നേരത്തെ ഒരു കുണ്ടിയെ പറ്റിയുള്ള വീഡിയോ ഇട്ടപ്പോൾ ഒരുപാട് പെണ്ണുങ്ങളും ചില ആണുങ്ങളും പറഞ്ഞേക്കുന്നത് അയ്യേ ഈ കുണ്ടി നിനക്ക് എന്ത് ഭ്രാന്താണോടി അങ്ങനെ ഇങ്ങനെ. അവിടെയൊക്കെ റേഡിയേഷൻ അടിച്ചാലേ നിന്റെയൊക്കെ നെറ്റ്വർക്ക് കലങ്ങും, പിന്നെ റേഞ്ച് ഇല്ലാതെ നോട്ട് റീച്ചബിൾ ആയിട്ട് നടക്കേണ്ടി വരും. ഇങ്ങനെ ഞാൻ ചോദിച്ചോട്ടെ, നമ്മൾ ഈ കുണ്ടിയിൽ, അതായത് എനിക്ക് VC എടുക്കാൻ വരുന്ന ഒട്ടുമുക്കാലും ആൾക്കാർ ചന്തിയിൽ കയറ്റുന്നതിനെ പറ്റി പറയാറുണ്ട്. ഒരാളെ കേട്ടാൻ ഇത്ര പാടാണോ? അതും തന്നെ പോലെ ഒരാണിന്. അയ്യേ പേടിയോ? എനിക്കോ പുഷ്പം പോലെ ഞാൻ കയറ്റും. അതിന് 100 വഴികളുണ്ട്. അവർക്ക് അത് കണ്ടാൽ വെള്ളം പോകുന്ന ആൾക്കാരുണ്ട്. ലൈഫ് എന്ന് പറഞ്ഞാൽ പ്ലേ ആൻഡ് എൻജോയ്. ഈ കുണ്ടിയിൽ നല്ല ക്രേസ് ആയിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. നിങ്ങൾ ഏതൊക്കെ രീതിയിൽ കിടക്ക പങ്കിടുമ്പോൾ ഏതൊക്കെ രീതിയിൽ ചെയ്യുന്നുണ്ടെന്നുള്ളത് ഒരു മെയിനായിട്ടുള്ളൊരു ഫാക്ടറാണ്. ഇങ്ങനെ കപ്പലിന്റെ കയറ്റിക്കൊണ്ടിരുന്ന എണ്ണയും പിണ്ണാക്കും ഒരുപാട് പോവും. അപ്പം നമ്മളൊരു കാര്യം പറഞ്ഞു തരുമ്പം അല്ലേ അവൾ അങ്ങനെ പറഞ്ഞു, അത് നമുക്കൊന്ന് ട്രൈ ചെയ്യാം. ഒരുപക്ഷെ നിങ്ങൾ ഇത് ട്രൈ ചെയ്തിട്ടായിരിക്കും അന്ന് എന്നെ വിമർശിക്കുന്ന. എന്താ കുട്ടി പറയുന്നത്? ഞാൻ നിങ്ങളെ കുറിച്ച് ഇങ്ങനൊന്നും അല്ല കേട്ടോ വിചാരിച്ചത്. സിറ്റിയിലും ഹോസ്റ്റലിലും ഒക്കെ പഠിച്ച പെൺകുട്ടികൾ ഇങ്ങനെ നടക്കാവോ? മോശം മോശം. ഈ കുണ്ടി എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ചിലർ പറയും ഈ കുണ്ടിയൊന്ന് ഒന്നും അല്ല, പച്ചയ്ക്ക് പറയാമല്ലോ കൂതിയിൽ ചെയ്യുന്നത് എങ്ങനെയാണെന്ന്. ഇപ്പം ഞാൻ ഈ പറഞ്ഞ റീല് കണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ചെയ്തോ. വേറെ ആരും അറിയണ്ട, നമ്മൾ രണ്ടുപേരും മാത്രം. രാത്രിയോ പകലോ എനിക്ക് എപ്പോഴെങ്കിലും ഇത്തിരി സമയം തന്നാണോ ഞാനത് വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്തോളാം. നിങ്ങൾ ചെയ്തു നോക്ക്, എന്നല്ല അതിന്റെ സുഖം അറിയുള്ളൂ. അല്ല വിമർശിക്കരുത് കേട്ടോ, അടിപൊളിയാണോ. പാശ്ചാത്യ സംസ്കാരം ലണ്ടനിൽ നിന്ന് വരികയാണോ? എന്റെ രീതി ഇങ്ങനെയാ. നിങ്ങൾ ചെയ്തു നോക്ക്, എന്നല്ല അതിന്റെ സുഖം അറിയുള്ളൂ. അല്ല വിമർശിക്കരുത് കേട്ടോ, അടിപൊളിയാണോ. ചന്തി കൂതി കുണ്ടി എന്നൊക്കെ തന്നെ പച്ച മലയാളത്തിൽ ചെയ്യുമ്പോൾ പറയുന്ന ആൾക്കാരേ ഉള്ളൂ ഈ ലോകത്തുള്ളവർ മൊത്തം. ഇതൊന്നും അറിയാതെ ഈ പിള്ളേരെങ്ങനെ ജീവിക്കും?